അദ്ദേഹത്തിന്റെ ഫോട്ടോയോട് വലുതാക്കി വെച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ കരുത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. ഇന്നലത്തെ നിങ്ങളുടെ പത്രങ്ങളിൽ തന്നെ എഴുതിയിരിക്കുന്നു, എന്നെ എന്തിനു പുറത്താക്കിയെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാപ്പകൽ പണിയെടുക്കുന്ന പാവപ്പെട്ട താഴെത്തട്ടുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാത്ത നേതൃത്വമാണ് ഈ കോൺഗ്രസിന്റെ ശാപം. 14 പേര് രാജിവെച്ചു. അതെ, എന്നിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. 14 പേര് യോഗം കൊണ്ട് മാത്രം ഈ ഒരു വിഭാഗതയെ ചെറുക്കാൻ കഴിയുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ വളരെ ചെറുതായിരിക്കാം, പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിന് പരിഹാരമുണ്ടാവണ്ടേ? കാരണം പദവികൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തത്, പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തുക എന്നുള്ള അതിന്റെ പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത്. പക്ഷേ പാർട്ടിയേക്കാൾ വലുത് ഇവിടെ പാർട്ടി ശക്തിപ്പെടുത്തിയതിനേക്കാളും ഇത്തരത്തിലുള്ള പാവപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മറ്റുള്ളവരെല്ലാം കൂട്ടുപിടിച്ച് അവനവന് അധികാരം കിട്ടാനുള്ള കസേര നിർത്താനുള്ള ഒരു ടൂള് മാത്രമാണ് ഇവിടുത്തെ സാധാരണ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അതിനൊരു മാറ്റം വന്നേ പറ്റുള്ളൂ. കാരണം ഓരോ സ്ഥലത്തുനിന്നും ഹീറോയിൽ നിന്ന് അവിടെയൊക്കെ സീറോയി കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കോട്ടയത്തിന്റെ മണ്ഡലം കമ്മിറ്റി. 100% അത് തന്നെയാണ് ശരി. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഈ ഒരു പഞ്ചായത്തിലല്ല ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവുക. ഇവർ ഗ്രൂപ്പ് നേതാക്കളെ മാത്രം താലോലിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന് അതിന്റേതായ മറുപടി ഉണ്ടാവും. മറ്റു പാർട്ടികളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രവൃത്തിയാണ് ഇതൊക്കെ. മറ്റു പാർട്ടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 വർഷക്കാലം ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നേരിട്ട് പോയാൽ മതി. പിന്നെ ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നൽകാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിൽ നിന്നിട്ട് അത് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? കാരണം നമ്മളെ വിശ്വസിക്കുന്ന ഈ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം. അതിന് ആരാണോ സഹായിക്കുന്നത് ആ സഹായത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലല്ലോ. 100% ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത് അവരെ തീരുമാനിക്കാൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ ആ കഴിയുന്ന ശക്തിയോടൊപ്പം പോവാതെ മറ്റു നിവൃത്തി ഉണ്ടാവില്ല. അതാണ് ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അത് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി ഒന്നുകൂടെ വിളിച്ച് ഈ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമാണ് അത്തരത്തിലുള്ള തീരുമാനം. ഞാൻ CPM-ന്റെ പിന്തുണ എന്നുള്ള കാര്യമല്ലല്ലോ പറഞ്ഞത്. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഇതെന്നാലും BJP-ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അറിയാം. പക്ഷെ BJP എന്നൊരു വർഗീയത കേറിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ തടുക്കാനും ഇവിടുത്തെ ആളുകൾ കഴിയില്ല. കാരണം ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ തന്നെ ആശങ്കയിലാണ്. പക്ഷെ അവരുടെ വളർച്ച തടയാൻ അതിന് കരുത്തുള്ളതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് അതിന് കരുത്ത് ഞങ്ങൾക്ക് തെളിയുകയാണെങ്കിൽ അങ്ങനെ നിൽക്കും. അതല്ലെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങൾ കർശനമായി ആലോചിക്കുകയും ചെയ്യും.